പൈനാപ്പിൾ ജാം, ബട്ടർ ക്യൂബ്സ് ഉണ്ട്, ഇഷ്ടമായിട്ടൊക്കെ. പുട്ട് ഏതാ? രാഗി പുട്ടന്നല്ലേ? പഴം പുഴുങ്ങിയതുണ്ട് കേട്ടോ ഇവിടെ, നേന്ത്രപ്പഴം പുഴുങ്ങിയത്. ആ കാണുന്ന മലയാണ് നമുക്ക് കയറാനുള്ള മല തോന്നുന്നു. കൊയാമുതൊന്നൊരു വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാതി പോക്ക പോണേ. മാഷാ അല്ലാ, ഒരു രക്ഷയില്ലാത്ത വ്യൂട്ടാ. ട്രക്കിങ് കുറച്ച് കഷ്ടപ്പെട്ട് കയറിയതാണെങ്കിലും മുതലായി. ഓ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. ഇത് താറാവ് അരയന്ന താറാവല്ലടോ, ദിസ് ഈസ് ചെറിയ വായ, ഇത് വലിയ വായ. ഞങ്ങളുടെ നാട്ടിലുള്ള ഒട്ടശ്ക പഷ്കി. വലൈക്കും അസ്സലാം. വെറുതെ ഇവിടെ ബിരിയാണിക്ക് ഇത്ര ആയിപ്പോയി. അപ്പോൾ മൂവാറ്റുപുഴ ഹോട്ടൽ ന്യൂ പാരീസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഓ എന്തൊരു ഉറക്കമുറങ്ങിയത്. ചായ എടുക്കൂ. ചായ എത്തിയിട്ടുണ്ട്. ചായ നമ്മുടെ ടേബിളിൻ്റെ മുന്നിലെത്തും. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായാൽ ആണ്ട് പോകണം. മുന്നാപ്പായി അവിടെ കേട്ടാ. തേർഡ് 131, 132, 133. രാവിലെ തന്നെ ചൂടുള്ള ചായയുമായി കഴിയാമോ? ചൂട് ചായ. പുക പറ ചായ. ഇവളാക്കണ്ട വൈബിനാണ് കൈ. കോയമുണ്ടിൽ എന്താണ്? ഇഡ്ഡലി, രാഗിപ്പുട്ട്, ആംലേറ്റ്, കടലക്കറി, പൂരി എല്ലായിട്ടുണ്ട് അല്ല. സ്റ്റാർട്ട് ചെയ്താ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. മുന്നേ ബൈ MBBS അല്ല, ഫാർമസിസ്റ്റ്. ടോസ്റ്റഡ് ബ്രെഡാ? ടോസ്റ്റഡ് ബ്രെഡ്. എന്താ ജാമൻ ബട്ടർ, പൈനാപ്പിൾ ജാം, ബട്ടർ ക്യൂബ്സ് ഉണ്ട്, ഇഷ്ടമായിട്ടൊക്കെ. ആംലേറ്റ് ഉണ്ട്. പുട്ട് ഏതാ? രാഗി പുട്ടന്നല്ലേ? പുട്ടുണ്ട്, കടലക്കറിയുണ്ട്. കടലക്കറി മൈ ഫേവറേറ്റ്. ഇഡ്ഡലി, അതിലേക്ക് സാമ്പാർ. പഴം പുഴുങ്ങിയതുണ്ട് കേട്ടോ ഇവിടെ, നേന്ത്രപ്പഴം പുഴുങ്ങിയത്. പിന്നെ ഇന്നലത്തെ ഫ്രൂട്ട്സ്, ആപ്പിൾ, പത്തക്ക. ഇവിടെ വേറെ സെക്ഷൻ ഉണ്ട് കേട്ടോ. പൂരി എന്ന് കണ്ടിട്ടില്ല, നമ്മളെ ഫേവറേറ്റ് പൂരി ബാജി കോസ് വിത്ത് മിൽക്ക്, കോൺഫ്ലേക്സ്. എന്താ മുന്തിരി. ഓ ഇതെന്തത്? ബ്രെഡ് ആംലേറ്റ് ആണ്. ഫാർമസിസ്റ്റ് ആയുള്ള മച്ചം, ഒള്ളി ഹെൽത്തി, പ്ലേറ്റ് നിറയെ ഹെൽത്തി. ഒയാമു കുട്ടിക്ക് കൊടുക്കുകയാണെന്നായിരിക്കും പ്രഥമ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് തോന്നുക, പക്ഷെ അതങ്ങനെയല്ല. അത് പകുതി അവിടേക്ക് തന്നെ പോവാ. ഇനി സെക്കൻഡ് റൗണ്ട് ഒന്നും കൂടെ മിന്നും. ട്രക്കിംഗ് ഉറപ്പാ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ ഇന്നലെ ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഉസാറിൽ പോകുന്നുണ്ട് കേട്ടാ. ഓടിക്കേറിയ മതി. ക്യാമറമാൻ ക്ഷീണിതനാണ്, ക്യാമറ തന്നാ പോരെ. ആ കാണുന്ന മലയാണ് നമുക്ക് കയറാനുള്ള മല തോന്നുന്നു. ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും അനാവേശത്തോടു കൂടി ട്രക്കിങ്ങിനായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം എനർജി കലോറി കത്തിക്കാൻ വേണ്ടി നടക്കുകയാണ്. ശ്വാസം കിട്ടുന്നില്ലയോ എന്നൊരു സംശയം. ഓ കൊയാമുതൊന്നൊരു വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാതി പോക്ക പോണേ. നമ്മളവൻ്റെ ഏലത്തെത്തിയിട്ടില്ല, പക്ഷെ തോറ്റു കൊടുക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും കയറുകയാണ് കുന്നും മലയും. ഫൈനലി ദ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ബ്യൂട്ടിഫുൾ, മാർവലസ്. Koyaji is sitting on the edge of the rock. He is thinking, is the rock of India. ടൊവിന് ഇരുന്ന പാത ചൊല്ലാളൊക്കെ ചൊല്ലിക്കണില്ല അയമോ? ചൊല്ലാളൊക്കെ യാ മോനെ, ബ്യൂട്ടിഫുൾ വൈബ്. മാഷാ അല്ലാ, ഒരു രക്ഷയില്ലാത്ത വ്യൂട്ടാ. ട്രക്കിങ് കുറച്ച് കഷ്ടപ്പെട്ട് കയറിയതാണെങ്കിലും മുതലായി. നല്ല കാറ്റ്, നല്ല വെയിലുണ്ട്, പക്ഷേ വെയിൽ അറിയുന്നില്ല, നല്ല തണുപ്പുണ്ട്. അടക്കഞ്ഞ് നടക്കാനുണ്ട്, പക്ഷേ വെയ്യ. ആ ഏരിയയിലെ കുറച്ച് ഡാർക്ക് ഗ്രീൻ ഉണ്ട മരങ്ങളെ. ക്ലൗഡ്സിൻ്റെ എഫക്റ്റാണ് തോന്നുന്നുണ്ട്. ക്ലൗഡ്സിൻ്റെ അവിടെയൊക്കെ ഓക്കെ സമ്മതിച്ചു. മേലെ ക്ലൗഡ്സ് ഒക്കെ നോക്കി. വാവ്, ക്ലൗഡ് ബേർഡ് മാൻ, മാഷാ അല്ലാ, ബറക്കല്ലാഹ്.
രണ്ടാൾക്കാർ മല കയറാൻ വേണ്ടി പോവാ. GPS ഒന്നും ഇല്ലാതെ വഴി തെറ്റിക്കണമെന്ന് തോന്നുന്നുണ്ട്. അവിടെ ആകെ മാപ്പിട്ട് നോക്കി ഇരിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ആ കുന്ന് അങ്ങോട്ട് കയറാൻ നോക്കുന്നുണ്ട്. ആ പോണം. അങ്ങനെ അതിസാഹസികമായി ഞങ്ങളിതാ ഈ കുന്നും മലയും ഇറങ്ങുകയാണ്. സാഹസികമൊന്നുമില്ല, ഇറങ്ങാൻ വലിയ പ്രശ്നം. അതാ പറഞ്ഞപ്പോൾ പോയി. മോശം, വെരി മോശം. ഇറങ്ങാൻ വലിയ പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. നല്ല ചെരുപ്പുകൾ ധരിക്കൂ, ഇറങ്ങൂ. കണ്ടില്ലേ? നല്ല വീണ് ഞാൻ എല്ലാവരോടും പറയും. പോട്ടാ, അടുത്ത ഫാം ഹൗസ്. മൃഗങ്ങളെ കാണാൻ എന്തൊക്കെ മൃഗങ്ങൾ, പക്ഷിയാണോ മൃഗമാണോ അറിയില്ല. ഇതാണ് ഡയറി ഫാം ഹൗസ്. ഇവിടെ എന്തൊക്കെയുണ്ട് എന്നാവാം. ഭയങ്കര രസമാണ് ഇതിങ്ങനെ. എന്താ പറയുക, ഫുള്ള് കാട്, പ്രകൃതി. എവിടെ നോക്കിയാലും പ്രകൃതിയിലെ ആ കളകള ശബ്ദം ഭയങ്കര രസമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുള്ളാണ്. ഏത് തോട്ടം? തേയിലത്തോട്ടം. തേയില പറിക്കുമോ? ഫുള്ള്. അത് വലിയ ഫാമാട്ടാ. അതൊക്കെ അവിടെ മേലെന്ന് കണ്ടീന്ന്. എല്ലാരി രാജ. ഇത് കൈതല്ലേ? കൈത സാർ എന്തോ ഒന്നുള്ളിൽ. ഒരാളെന്താ കൂട്ടിലാക്കിച്ചോ? എങ്ങനെ ചുറ്റി നടക്കല? ഓ, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ഇത് താറാവ് അരയന്ന? താറാവല്ലടോ, അരയന്ന. ബ്യൂട്ടിഫുൾ. അങ്ങനെ നടന്ന് സെറ്റപ്പായിട്ട്. ഓ, ബ്യൂട്ടിഫുൾ അല്ലേ? എന്തൊക്കെ അതാ പോണു. ഇതൊക്കെ കാലി ആയിക്കണോ? ദീസ് 2-3 കൂഡ്സ് ആൾമോസ്റ്റ് കാലി. നമ്മളാടെ എത്തൂലേ, ചുറ്റി തിരിഞ്ഞു വരോടോ. നിങ്ങളിത് എന്താ ആക്രാന്ത് കൂട്ടല്ലേ? ആക്രാന്ത്. ഇവിടെ എന്താ സങ്കരയിനം പ്രാവാണോ അതോ ഒറ്റക്കുള്ള പ്രാവാണോ? ഇതിലും ആളില്ലല്ലോ. കൂട് മാത്രമേ ഉള്ളൂ ഫാം ഹൗസ് പറഞ്ഞിട്ട്. ദിസ് ഈസ് ചെറിയ വായ, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇത് വലിയ വായ, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരേ ഒരു വായ. ഓ, ഒട്ടശ്ക പഷ്കി. വലൈക്കും മുസ്സലാം. ഒരേറ്റ കൊത്തേക്കാരം. ക്രമിക്കൂല എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പേടി. ഇത് മറ്റേ കൊയ്യ പ്രാവ്. ഗിനിക്കോയനല്ല, മയിലുകൾ മറിച്ചിട്ടിക്കണ്. പുറത്താ. കമ്മിങ് സൂൺ. മയിലെല്ലാവരും കൂട്ടിലാണല്ലേ. എവരിബഡീസ് ഇൻ കൂടിലാണ്. അത്യാവശ്യം വലിയ കൂടാ. മയിലല്ലേ? ഇവിടെ കേട്ടോ. ഇതല്ലേ നീ മറ്റേ ഇത് ഗിനി? ഇതെന്താ പറയല്? ഇതാണ് ഗിനിക്കോയി. ടർക്കി കോയാണിത്. ഇതിൻ്റെ മുട്ട വലിയ മുട്ട. നാനേ. ഇത് ഡോഗിൻ്റെ കുട്ടിയാ. തൊടാൻ പാടില്ല. അയ്യേ. ബൗ 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 ബൗ. നല്ലൊരു മിസ്റ്റേക്കാണ് കേട്ടോ. വാലാട്ടുണ്ട്. ഇവിടെ ചെറിയ പോണ്ടുണ്ട്. സം ഫിഷ്. അതവിടെ അവരൊക്കെ അവിടെ പോയിരുന്നപ്പോൾ അവിടെ പോയിരുന്നു. മീനുകൾ. ഓലെടുന്ന് പച്ചവെള്ളം കിട്ടുമോ? അത് ശരിയല്ലേ, വെള്ളത്തിലാണ്. സോറി, ഐ ആം മിസ്അണ്ടർസ്റ്റുഡ്. ഇത് ഈ വെറൈറ്റി എലി. ബ്യൂട്ടിഫുൾ. ഇത് പൊളിച്ചിട്ട എലി. നല്ല സുവാലില്ലേ? അത് പുതിയ പ്രസവിച്ചാടാ. അവിടെ പ്രസവിച്ചാടുണ്ട്, ആടുതള്ളയുണ്ട്. ഇവിടെ നിറച്ചാടുകളുണ്ട്. ആടുംകുട്ടി. പുല്ലെടുത്ത് കൊടുക്കുക. ഫീഡിങ്. ശരിക്കും കൊടുത്തൊന്നും കാട്ടുന്നില്ല. അയ്യവാ.
ഓട്ടെ ശരിക്കും കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഉയിഞ്ഞെടുത്താൽ മതി. നെറ്റിമ ഉയിഞ്ഞെടുത്തൊക്കെ. ദാറ്റ് ഈസ് ഇറ്റ്. ഇവിടെയാണ് നമ്മുടെ ഗോമാതാക്കൾ. 4 കാലുകളെല്ലാം നാനാന ചെറിയ പശുക്കുട്ടികൾ. ഏതാ നാനാന? പിടിച്ചാൻ പോവാ. അങ്ങനെ സമയം 1:30 മണി. ഞങ്ങളിതാ വിട പറയുകയാണ്. വാഗമണ്ണിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ പിന്നെയും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് എൻജോയ് മാടി ചെയ്തു. ആകെ വിശന്നിട്ട് ഉപ്പാടിളക്കി. ഇനി ഇവിടുന്ന് എവിടെയാണ് കിട്ടുക എന്നുള്ളതൊന്നും അറിയില്ല. ഇതാണ് ബില്ല്. കണ്ടോ, റൂം വരുന്നത്. റൂമിന് 4000 കണ്ടുള്ളൂ. 4000 പ്ലസ് GST. പക്ഷെ നമ്മൾ 3 നേരത്തെ ഫുഡ് എടുത്തിക്കണം, പുറത്ത് പോകാൻ പറ്റില്ലേ. അപ്പോൾ ഏകദേശം 8500. ഓക്കെ, ഓരോ റൂമിന് 8500, 10500 ഒക്കെ വരാറുണ്ട്. നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീണ്ടും ഹോട്ടൽ ന്യൂ പാരീസിലേക്ക് വന്നിരിക്കുകയാണ്. ബിരിയാണി 3 മട്ടനും 3 ചിക്കനും ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. 3:30 മണി. വിശപ്പിൻ്റെ പൂരാങ്കട്ടയിലാണ്. മുടിഞ്ഞ ട്രാഫിക്കാണ്. നമ്മൾ വന്ന സമയം എർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രൂ വാലിയുടെ മുന്നിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി പ്രോബ്ലം അവിടെ ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, പക്ഷെ നമ്മളെ വണ്ടി ടൊയോട്ട ആയതുകൊണ്ട് അവർ നിർത്താൻ സമ്മതിക്കുമെന്ന് അറിയില്ല. കുട്ടു, മട്ടൻ ബിരിയാണി. മട്ടൺ ബിരിയാണി ന്യൂ പാരീസിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തു, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ്. മട്ടൺ ബിരിയാണി മട്ടൺ കിളന്ത് മട്ടൺ സുർക്കിലിട്ട് ഉള്ളി, ചമ്മന്തി, അച്ചാറ്, പപ്പടം സൈഡായിട്ടുണ്ട്. ഓക്കെ, ഇത് ചിക്കൻ ബിരിയാണി ട്ടാ. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അതിക്ക് സൈഡ് പപ്പടം പരിപാടി എല്ലാം ഉണ്ട്. ബിരിയാണി രക്ഷയില്ല, നമ്മളെ നാടൻ. വെറുതെ ഇവിടെ ബിരിയാണിക്ക് ഇത്ര ആയിപ്പോയി. അതിക്ക് ഉള്ളി, ചുരുക്കിയിട്ടുള്ളി, കയ സാധനം. ബീഫ് ഫ്രൈ ഫൈം എക്സ്ട്രാ പറഞ്ഞാണ് ഉള്ളിതാ. ഓക്കെ, അപ്പോൾ മൂവാറ്റുപുഴ ഹോട്ടൽ ന്യൂ പാരീസ്. 4 മണിക്ക് പൊട്ടിച്ച ദമ്മൊട്ടിച്ച മട്ടൻ ഉണ്ട് പറഞ്ഞപ്പോൾ അതാ ഒന്നും കൂടെ ചൂടോടെ മട്ടൻ ബിരിയാണി. ചൂട് ടെക്സിലേട്ടാ ബിരിയാണി മസ്ത് ത്രൈ. ഇതിൽ കുറച്ച് കളർ കമ്മിയുണ്ടാ, അടുത്ത അപേക്ഷിച്ച് ഒരു മസാല കമ്മി ഉള്ള മാതിരി തോന്നണം. റൈസ് ഉണ്ടംപൊരി, മാരക ഉണ്ടംപൊരി കേട്ടോ. അതുകൊണ്ട് നമ്മൾ എത്ര 10 ഉണ്ടംപൊരി പാർസൽ ആക്കിക്കണം കേട്ടോ. ബില്ലടിച്ചാ? മുട്ടായി, ഉണ്ടംപൊരി എല്ലാം ഉണ്ട്. മൂപ്പര് നമ്മളെ ഫാൻ ബോയ് ആണ്, മൂപ്പരെ മോനാണ്, മാഷാ അല്ലാഹ്. അങ്ങനെ സമയം 10 മണി. നാട്ടിലെത്തി. ഹോട്ട് കപ്പ് എന്നാണ്, ഹോട്ട് കപ്പ് കേട്ടോ. നമ്മളെ അടുത്തുള്ള നല്ല ഷവായും ഷവർമ കിട്ടുന്ന ചെറിയ കൊച്ചു കട. ഡിന്നർ ഇവിടുന്നാണ്. ഷവായ വന്ന വഴി കണ്ടില്ല, വിശപ്പ് കാരണം വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല. എല്ലാം തീർന്നു, മുടിഞ്ചാച്ചി. അപ്പോൾ വാഗമണിൽ നിന്നും കോട്ടക്കലിലെത്തി സമാപനം കുറിക്കുകയാണ്. ടാറ്റ ബൈ ബൈ, സീ യു.